ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവർക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ മൂന്നാറാണ് ഗൈസ് പോകാൻ പോണത്. നമ്മുടെ ആൾക്കാരൊക്കെ നമ്മുടെ പുറകിൽ നിൽപ്പുണ്ട്, അവരെയൊക്കെ എടുത്തുകൊണ്ട് വേണം പോകാൻ. ഒരു 2 ദിവസത്തെ ട്രിപ്പാണ്. ഏതായാലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രിപ്പാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോണ വണ്ടി ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി പറയാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ട്രിപ്പ് പോകാൻ പോണ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ KSRTC ശബരി എക്സ്പ്രസ്സിലാണ് പോക്ക്. ഇത് അത്യാവശ്യം പൊടിയാണ് ഗൈസ്. നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന വഴിയാണ്. അവിടെ ഇച്ചിരി പൊടിയൊക്കെ ആയിട്ടായിരുന്നു കിടന്നത്. ഈ വണ്ടി ഒന്ന് കഴുകുമായിരുന്നെങ്കിൽ നല്ല കളറ് കിട്ടിയാൻ ഈ വണ്ടിക്ക്. ഇപ്പോൾ തന്നെ മൊത്തം പൊടിയൊക്കെ പിടിച്ച് ചീഞ്ഞിരിക്കുവാണ്. പിന്നെ ലോക്കൽസാണ് നമ്മുടെ ട്രിപ്പിലുള്ളത്. കാരണം ഇപ്പോൾ ടൂറിസ്റ്റ് ബസ് എടുത്ത് പോകണമെങ്കിൽ റേറ്റ് കുറവ് KSRTCയിലാണ്. അതാണ് നമുക്ക് ഈ ട്രിപ്പ് കിട്ടാനുള്ള കാര്യം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ കണ്ടക്ടറും ക്ലീനറൊന്നും ഇല്ല, നേരെ നമ്മൾ ഒറ്റയ്ക്കാണ് പോക്ക്. നമുക്ക് നേരെ വണ്ടി എടുത്തേക്കാം, സമയം ഒരുവിധം ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 222 വണ്ടിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ക്യാബിനാണ് ഈ കാണുന്നത്. BS3 വണ്ടിയാണ് ഗൈസ്. BS3 എയർ ബസ് ആണ്. നമ്മുടെ അതേ ഫ്രണ്ടിൽ തന്നെ ഡോറൊക്കെ ഉണ്ട്. അടിപൊളി വണ്ടിയാണ് ഗൈസ്. പക്ഷേ ഇച്ചിരി പൊടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ വണ്ടി അങ്ങ് എടുക്കാം. പെട്ടി ഓട്ടോറിക്ഷ ഇപ്പോൾ പണി തന്നേനെ. അപ്പോൾ നമുക്ക് നേരെ വണ്ടി ഇങ്ങോട്ട് കയറ്റി ഇടാം ഗൈസ്. ഓക്കെ, ആൾക്കാരൊക്കെ കയറട്ടെ പെട്ടെന്ന്. കയറിക്കോ എല്ലാവരും കയറിക്കോ. ഓക്കെ, അപ്പോൾ ആൾക്കാരൊക്കെ പയ്യെ കയറുന്നുണ്ട്. നമുക്ക് ഏതായാലും വണ്ടി എടുക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടി ഏകദേശം ഇവിടുന്ന് എടുക്കാൻ സമയമായിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി എടുത്തേക്കാം. ഇവരിതുവരെ പോയില്ലേ? നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് ഇവിടെ ആൾക്കാരെ കൊണ്ടാക്കിയിട്ട് കുറച്ച് നേരമായി. ആ ബോട്ട് അവിടെ നിന്ന് പോകാറായില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ പോകാം ഗൈസ്. നമ്മുടെ ഈ ഒരു വണ്ടിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ ആകെ 16 ലിറ്ററേ ഉള്ളൂ. ഇങ്ങനെ വന്ന വഴിക്ക് ഞാൻ ഡീസലും അടിച്ചില്ല. ഇനിയിപ്പോൾ പമ്പൊക്കെ ഇച്ചിരി ദൂരെയാണ് ഗൈസ്. അവിടെ വരെ ഇത് എത്തുമോയെന്ന് സംശയമാണ്. ഈ അടുത്തെങ്ങും പമ്പില്ല. അതെ, നമ്മൾ 16 ലിറ്റർ ഡീസലും കൊണ്ടാണ് പോക്ക്. മൈലേജ് തീരെ ഇല്ലാത്ത വണ്ടിയാണ് ഗൈസ്. പോരാത്തിന് 222 വീൽ ബേസ് വണ്ടി ആയതുകൊണ്ട് ഈ ഇടവഴി കൂടെയൊക്കെ കുത്തിയെടുത്തുകൊണ്ട് പോക്ക് ഇച്ചിരി ചടങ്ങാണ്. വേറെ നമുക്ക് തട്ടാതെ മുട്ടാതെയൊക്കെ കൊണ്ടുപോവാം. നമുക്ക് ഈ ഒരു ട്രിപ്പിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റേ വരുന്നുണ്ട്. അത് ഇനി കുറേ കഴിയണം ഗൈസ്. അതിനി കുറച്ച് ദൂരം കൂടി ഉണ്ട്. പകുതി വഴി എത്തുമ്പോഴാണ് സ്റ്റേ. അതെ, നമ്മൾ ഇതുവഴിയൊക്കെ ഒരു വിധത്തിൽ എടുത്തുകൊണ്ട് പോവുകയാണ്. എൻ്റെ പൊന്ന്, ഇതിനകത്താണെങ്കിൽ ഡീസലും കുറവാണ്. എന്നാ ചെയ്യും? ഇവിടെ അടുത്തെങ്ങും ഒരൊറ്റ പമ്പ് പോലും കാണുന്നില്ല. ഇപ്പോൾ വണ്ടി ഫുൾ ടാങ്ക് ആണെങ്കിൽ മുട്ടിനും പമ്പ് കാണുന്നതാണ്. ഇപ്പോൾ ഒരൊറ്റ പമ്പ് പോലും ഇല്ല ഗൈസ്. നമുക്ക് ഈ ഒരു സ്ഥലം കഴിയാതെ ഇനിയിപ്പോൾ പമ്പ് കാഴ്ച കുറച്ച് കഷ്ടമാണ്. നമ്മുടെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കാലപ്പഴക്കം ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. മൈലേജൊക്കെ നല്ല കുറവാണ്. ഒരു 3-നും 4-നും ഇടയ്ക്കൊക്കെ ചിലപ്പെങ്കിൽ കിട്ടുകയുള്ളൂ. കിട്ടിയാൽ ഭാഗ്യം. ഒരു 3ഒക്കെയാണ് കിട്ടത്തുള്ളൂ. നമ്മൾ 15 ലിറ്റർ ആയിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് പറപ്പിച്ചാണ് നമ്മൾ പോക്ക്. ഈ വണ്ടിയാണെങ്കിൽ ഇത് 100-110 കത്തിക്കുകയാണ് നമ്മൾ. അയ്യോ, ഇവിടെ പമ്പൊന്നും ഇല്ലടേ. പമ്പിനൊക്കെ ഇന്ന് അവധിയാണോ? പിന്നെ പമ്പ് വല്ലതും പൊളിച്ചോണ്ട് പോയോ? അറിയാൻ പാടില്ലല്ലോ. നമ്മളിങ്ങോട്ടൊക്കെ വന്നിട്ട് കുറച്ച് നാളായി. നമ്മുടെ വണ്ടിക്കൊന്നും ട്രിപ്പില്ലാതെ കിടക്കുവാണ് കേസ്. അതാണ് ഈ KSRTCയിലൊക്കെ നമ്മൾ ചാടിക്കയറാനുള്ള കാര്യം. നമ്മുടെ വണ്ടിക്ക് ഒറ്റ എണ്ണത്തിനും ട്രിപ്പില്ല. എല്ലാ വണ്ടിയും പൊടി പിടിച്ച് ചീഞ്ഞ് കിടക്കുവാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് പോയെന്ന് വൃത്തിയാക്കിയൊക്കെ ഇടും. അതിപ്പോൾ നമുക്ക് അങ്ങനെ കളയാൻ പറ്റിയല്ല. ട്രിപ്പില്ലെന്നും പറഞ്ഞ് നമുക്കങ്ങനെ വെറുതെ ഇട്ട് കളയാൻ പറ്റണ കാര്യമല്ല. അതേ, നമ്മൾ ഡിം അടിച്ചിട്ട് മാറേ അവനെ ഒതുക്കി തന്നിട്ടുണ്ട്. നമുക്കേതായാലും എൻ്റെ അമ്മോ, നമുക്ക് അടുത്ത വരിയിലോട്ട് കയറി ഓവർടേക്ക് ചെയ്യൽ കുറച്ച് ചടങ്ങാണ് ഗൈസ്. ഇവിടെയൊക്കെ നല്ല ട്രാഫിക് കിട്ടുന്ന സ്ഥലമാണ് ഇത്. എൻ്റെ പൊന്നെ, നമ്മുടെ ഒരു കഷ്ടകാലം തന്നെ പറയാം. അവിടെ റെഡ് സിഗ്നലായി. നമ്മളതൊന്നും നോക്കണില്ല. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സ്വന്തം ആൾക്കാരാണ് ഗൈസ്. നമ്മൾ ഇത് പറപ്പിക്കുവാണ്. 111-ലാണ് ഗൈസ് പോക്ക്.
ആ പോട്ടെ പോട്ടെ. ഓ ഇവിടെ എങ്ങും പമ്പൊന്നും ഇല്ലടേ, മൊത്തം പറമ്പാണല്ലോ. മൊത്തം പറമ്പ് മാത്രമേ ഉള്ളൂ ഗൈസ്, ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ല. ഒന്നും പറയാനില്ല ഗൈസ്, ആവശ്യത്തിന് നോക്കിയാൽ ഒരു സംഗതിയും കാണിയല്ല. അതാണൊരു കാര്യം. നമ്മൾ ആദ്യത്തെ സ്ഥലം കഴിയാറായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ എങ്ങും പെട്രോൾ പമ്പൊന്നും ഇല്ലേടേ. ഇവിടെ എങ്ങാൻ വെച്ച് ഡീസൽ കയറുന്ന കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയ്യോ, നമ്മുടെ കർണാടക വണ്ടിയൊക്കെ പോകുന്നുണ്ട്. എൻ്റെ പൊന്നടാവേ, എന്നെ എവിടെയെങ്കിലും ഒരൊറ്റ പമ്പില്ലാത്ത തന്നെ എല്ലാം പൊളിച്ച് കളഞ്ഞോ? ആവശ്യത്തിന് നോക്കിയാൽ ഒന്നും കാണിയല്ല ഗൈസ്. നമുക്കേതായാലും എൻ്റെ അമ്മേ, ഓ ഇപ്പോൾ ഒരു പണി കിട്ടിയാനേ ഗൈസ്. അവിടെ ഒരു ഹമ്പ് ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ആ പോട്ടെ, സാരമില്ല. ഓ എൻ്റെ അപ്പോനെ, അതെ സ്ലീപ്പർ ബസ്സിനെയൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇച്ചിരി പാടാണ് ഗൈസ് ഇവിടെ ഒരു പമ്പ് കണ്ടുപിടിക്കാമെങ്കിൽ. അയ്യോ 10 ലിറ്റർ ഡീസലേ ഉള്ളൂ. ഇപ്പം തീരുമെന്നും പറഞ്ഞാണ് ഡീസലിൻ്റെ പോക്ക്. അയ്യോ പോട്ടെ പോട്ടെ പോട്ടെ, ചവിട്ടി വിടുങ്കടാ. മാക്സിമം നമുക്ക് സ്പീഡ് എടുത്ത് തന്നെ പോകണം, എന്നാലേ ഡീസൽ അടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വഴിയിലായി പോവും. വഴിയിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമയമാണ് പോക്ക്. അയ്യോ എൻ്റെ മോനെ, സ്പീഡ് കൂടുന്ന അനുസരിച്ച് നമുക്ക് ടാസ്ക്കാണ് കേസ് പോകാനായിട്ട്. ഇതേ നമ്മളെല്ലാ വണ്ടിയും ഓവർടേക്ക് ചെയ്ത് അങ്ങ് പോവുകയാണ് കേസ്. എൻ്റെ പൊന്നടാവേ, ഇതേ നമ്മുടെ ക്രൗണിനെയൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ക്രൗൺ അപ്പുറത്തോട്ട് പോവുകയാണ് കേസ്. നമുക്കേതായാലും പറപ്പിച്ച് തന്നെ പോവാണ്. 143-ലാണ് പോക്ക്. എൻ്റെ പിള്ളേ, നമ്മുടെ പണി തീരുമെന്നാണ് തോന്നണേ. ഒന്ന് ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ വണ്ടി വല്ല കൊക്കയിലും ചെന്ന് കിടക്കും, അല്ലെങ്കിൽ വല്ല കടയും തകർക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഓടിക്കാൻ. എൻ്റെ അമ്മേ, വണ്ടിയാണെങ്കിൽ വീശി പോവാണ് കേസ്. ഓരോത്തിന് ഇത്ര ഹൈറ്റും ഉണ്ട്, ഓരോത്തിന് നീളം കൂടുതലാണ് കേസ്. 222 ആയതുകൊണ്ട് നല്ല നീളമുണ്ട്, 210 പോലെ അല്ല. പിന്നെ ഫ്രണ്ട് ഡോർ ഹാങ് കൂടുതലാണ് ഈ വണ്ടിക്ക്, അതാണ് ഫ്രണ്ട് ഡോറ് വന്നേക്കണത്. നമ്മൾ അയ്യോ, ഇതെന്നാണ് ഇവിടെ പമ്പൊന്നും ഇല്ലേ? ഓ കഷ്ടം തന്നെയാണ് കുറച്ച്. ഇതെന്നാ, ആ ഫ്രണ്ടിൽ ഒരു ബസ് വന്നിട്ടുണ്ട്. അതാണ് ഇത്ര വലിയ പണി കിട്ടിയത്. ഓ അയ്യോ, ബ്രേക്ക് ബ്രേക്ക് ബ്രേക്ക്. നമ്മുടെ ക്രൗണിൻ്റെ മൂട്ടി കൊണ്ടുവന്നൊന്ന് കയറ്റിയിട്ടുണ്ട്. സോറി അണ്ണാ, ഞാൻ കാശ് വീട്ടിലെത്തിച്ചേക്കാം, ഇപ്പം ഇച്ചിരി എമർജൻസിയിലാണ്. ഭാഗ്യം അവർ തെറി പറഞ്ഞില്ല. 6 ലിറ്റർ ഡീസലേ ഉള്ളൂ കേസ്. അയ്യോ, നമുക്കിനി കൂടിപ്പോയാൽ ഒരു 12 കിലോമീറ്റർ കൂടി ഓടാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ നമ്മുടെ ഡീസൽ തീരും. ഈ വണ്ടിയുടെ ഒരു കണ്ടീഷൻ അങ്ങനെയാണ് കേസ്. ഓ വേഗം പോട്ടെ വേഗം പോട്ടെ, 111-ലൊക്കെയാണ് പോക്ക്. ഓ അയ്യോ എൻ്റെ അമ്മോ, അടുത്തൊരു ഇടിയും കൂടി താങ്ങത്തില്ലടേ. ഇത് അമ്മാതിരി കണ്ടീഷനിലേ വണ്ടി ഇരിക്കണത്. വലിയ ലുക്കൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അകം മൊത്തം സ്ക്രാപ്പാണെന്നാണ് എനിക്ക് തോന്നണേ. സ്റ്റിയറിംഗ് ഒക്കെ തിരിയാൻ നല്ല പാടാണ് ഗീസ്. ഓക്കെ, നമ്മൾ പറപ്പിച്ച് പോവാണ്. അയ്യോ മൊത്തം തിരിവും വളവും ഒക്കെ ആണല്ലോ, ഹൈവേ ഒന്നും അല്ലെന്ന് തോന്നുന്നു. ഓക്കെ പോട്ടെ പോട്ടെ പോട്ടെ. ചേട്ടാ ഒന്ന് മാറിത്തരാമോ? നമ്മളിതേ ഹോണൊക്കെ അടിച്ച് എല്ലാത്തിനും മാറ്റി വിടുവാണ്. അയ്യോ 110-ലാണ് കേസ്. എൻ്റെ പൊന്നടാ, 5 ലിറ്റർ ഡീസൽ മിക്കവാറും ഒരു 10 കിലോമീറ്റർ കൂടി വന്നാൽ പോവും. അതിൽ കൂടുതൽ ഈ വണ്ടി പോകുമെന്ന് സംശയമാണ് കേസ്. ഇവിടെ തൊട്ടിപ്പുറത്ത് വാഷിംഗ് സ്റ്റേഷനൊക്കെ ഉണ്ട്, നമുക്കിപ്പോൾ അങ്ങോട്ടൊന്നും കയറ്റാൻ നേരെയില്ല. എങ്ങനെ ഇനി വണ്ടി അവിടെ കയറ്റുമ്പോഴത്തേക്കും ഡീസലിൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കും. ഓ ഇനി 4 ലിറ്ററും കൂടിയേ ഉള്ളൂ. ഓ ക്രൗണാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങുവാണ് കേസ്. എന്താ പറയാൻ, ആകെ ഗതികെട്ടിരിക്കുവാണ് കേസ്. നമ്മൾ ഡീസലൊന്നും സ്റ്റോക്ക് ചെയ്തിട്ടില്ല. സാധാരണ നമ്മുടെ ഡിക്കിക്കകത്തൊരു 10 ലിറ്റർ ഡീസൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുള്ളതാണ്. ഈ KSRTCയിൽ അങ്ങനെ പറ്റത്തില്ല കേസ്. അതുകൊണ്ട് ഇത് ഇനി 3 ലിറ്ററും കൂടി. പക്ഷെ എൻ്റെ ദൈവമേ, ഇവിടെ എങ്ങും പമ്പൊന്നും ഇല്ലാടെ അടുത്തെങ്ങും. ചേട്ടാ ഒരു പമ്പ്. ഓ എന്നാ കാണിക്കാനാ, ഈ ഗൂഗിൾ അമ്മച്ചാണെങ്കിൽ ഒരു പമ്പ് പോലും കാണിച്ചു തന്നില്ല. അങ്ങ് അറ്റത്തൊരു ചുമപ്പ് കളർ കാണുന്നുണ്ട് ഗൈസ്. ഓ എൻ്റെ പൊന്ന് ഗൈസ്, നമുക്കതായാലും ഒരു പമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. ഓ നമ്മൾ പമ്പ് കണ്ട ആവേശത്തിൽ ഒന്ന് ബ്രേക്ക് ചവിട്ടിപ്പോയി. ഓക്കെ, ഇനി നമുക്ക് നേരെ കൊണ്ടുവന്ന് അങ്ങ് നിർത്താം ഗൈസ്. ഇനി 3 ലിറ്ററും കൂടി ഉള്ളൂ. എൻ്റെ ദൈവമേ, കയറ്റി അങ്ങ് നിർത്താം. ഓക്കെ അണ്ണാ, ഫുൾ ടാങ്ക് അടിച്ചോ?
193 ലിറ്റർ അടിച്ചു കയറ്റിക്കോ. ഓക്കെ, ഇവർ നല്ല ഫാസ്റ്റാണ് ഗൈസ്. ഇവിടെ 15 രൂപയാണ് ഡീസലിന്. ഉയ്യോ. ഓക്കെ, ഫുൾ ടാങ്ക് അടിക്കുവാണ് ഗൈസ്. നമുക്കൊരു 2000 രൂപയ്ക്ക് അടുത്ത് വരും ഡീസലിന്. അതേതായാലും നമുക്ക് KSRTCയുടെ കയ്യിൽ നിന്ന് മേടിച്ചേ പറ്റുള്ളൂ ഗൈസ്. എൻ്റെ പൊന്നെ, 2000 ഒന്നും അല്ല ഗൈസ്, അതിലും കൂടിപ്പോയി. ദൈവമേ. ഓക്കെ, 2955 രൂപ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ വണ്ടി എടുക്കാം ഗൈസ്. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു സ്റ്റേ വരുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് ഹോട്ടൽ. നമുക്ക് അങ്ങോട്ട് കയറ്റി നിർത്താം. അതിന് മുന്നേ ഈ പമ്പിൽ നിന്ന് ഒന്ന് ഇറങ്ങട്ടെ ഗൈസ്. മൊത്തം ട്രാഫിക് ആണല്ലോ. അത് സാരമില്ല, നമുക്കേതായാലും നോക്കിയിട്ടൊക്കെ എടുക്കാം ഗൈസ്. ഇപ്പോൾ 1 ഇടി കഴിഞ്ഞു. 98% ഹെൽത്ത് ആയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ 1,89,726 രൂപയുണ്ട് ഗൈസ്. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ സൂപ്പർ സോണിക്കിൻ്റെ വണ്ടിക്കകത്ത് ഞാൻ 2 ദിവസം പോയി. അപ്പം അതിൻ്റെ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഗൈസ് ഈ ഒരു റേറ്റ്. അത്ര ഉള്ളു ഗൈസ്. നമുക്ക് ഇനി അടുത്ത ദിവസമൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ പിടിച്ച ദിവസങ്ങളാണ്. അതാണ് ഈ ഓരോ ദിവസം പോയി ഓരോ പണിയും പിടിച്ചുകൊണ്ട് വന്നത്. നമ്മൾ പറപ്പിക്കുകയാണ്. ക്രൗൺ നമ്മുടെ പിന്നെയും ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഡീസൽ അടിക്കാൻ സമയം കൊണ്ട് അവന്മാർ മുമ്പിൽ കയറി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പാലത്തിൻ്റെ വണ്ട വഴിയൊക്കെ ഓടിച്ച് കയറ്റുവാണ്. ഇനി ഇതിന് എയർ സസ്പെൻഷൻ ഉള്ള വണ്ടിയാണ് ഗൈസ്. AC ഇല്ലെന്നേ ഉള്ളൂ, പുഷ് ബാക്ക് സീറ്റൊക്കെ ഉണ്ട് അകത്ത്. അപ്പോൾ അത്യാവശ്യം അടിപൊളി വണ്ടിയാണ്. ഇതിൻ്റെ ചേസൊക്കെ ഇച്ചിരി ചീഞ്ഞ് കിടക്കുവാണ്. അതൊക്കെ ഒന്ന് മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് ആർക്കും കഴിയുകയില്ല. നമുക്കേതായാലും നമ്മുടെ ഗരുഡ സ്വിഫ്റ്റ് ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ. ഇവന്മാരൊക്കെ ഇത്ര സ്ലോ ആയിട്ട് പോകണത് കുറച്ച് കഷ്ടമാണ് ഗൈസ്. കുറച്ച് സ്പീഡിൽ പൊക്കൂടെ ഇവന്മാർക്ക്? സ്ട്രെയിറ്റ് റോഡാണല്ലോ. ചുമ്മാ ലാഗ് അടിപ്പിക്കുകയാണ് ഗൈസ്. ആ വണ്ടി AC ആണ്, ഗരുഡ സ്വിഫ്റ്റ്. നമ്മുടെ AC അല്ല, കാരണം നല്ല ചൂടുണ്ട് ഗൈസ്. ഇത് ഗ്ലാസ് ബോഡി ആയതുകൊണ്ട് നല്ല ചൂടാകത്തോട്ട് കാരണമുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത്. അങ്ങോട്ട് ഓടിച്ച് കയറ്റാം. അടുത്തൊരു വാഷിംഗ് സ്റ്റേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ വണ്ടി കഴുകാൻ നേരെയില്ല. ഇപ്പം തന്നെ നമ്മുടെ സമയം ഒരുപാട് അങ്ങ് പോയി. ഈ സ്വിഫ്റ്റുകാരന് തന്നെ എൻ്റെ അമ്മേ, ഇയാൾ തന്നെ കാണിക്കണം. ഫ്രണ്ടിൽ കയറ്റി വെച്ച് 2 പറയേണ്ട സമയം കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. പിന്നെ എന്ത് കാര്യത്തിനാണ് വേണ്ട? നമ്മൾ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ സ്വന്തം ആൾക്കാരാണ്, KSRTCയുടെ ആൾക്കാരാണ് ഗീസ്. നമ്മളിനി തമ്മിൽ തല്ലി അടിയുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കണ്ട. നമുക്കേതായാലും നേരെ പോയേക്കാം ഗൈസ്. ഇവിടെയൊക്കെ ഒരു സെറ്റ് പാലമൊക്കെ ഉണ്ട് ഗൈസ്, അടിപൊളി. ഈ പാലമൊക്കെ ഏതായാലും കൊള്ളാം, നല്ല ലക്ഷറി ആയിട്ട് തോന്നുന്നുണ്ട്. ഏതായാലും അടിപൊളിയാണ് ഗൈസ്. പിന്നെ ലൈറ്റ് ഒന്നുമില്ല, അത് വേറെ കാര്യം. രാത്രി ഒരു സാധനം കാണാൻ പറ്റിയല്ലോ ഗൈസ് ഈ ഏരിയയിലൊന്നും. ഏതായാലും നമ്മളിത് ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മുടെ ഗൂഗിൾ അമ്മച്ചി പറയണത് കുറച്ച് ദൂരം കൂടി ഉണ്ടെന്നാണ്. അയ്യോ, അതേത് വണ്ടിയാടെ അത് നമ്മുടെ ഫ്രണ്ടിൽ വന്ന് ചാടിയത്? ഓക്കെ, നമ്മളിത് ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് എല്ലാത്തിനെയും. നമ്മുടെ ഫ്രണ്ടിലൊരു തമിഴ്നാട് വണ്ടി പോകുന്നുണ്ട് ഗൈസ്. പോടേ. നമ്മൾ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സ്വന്തം ആൾക്കാരാണ്, നമുക്കങ്ങനെ ക്യൂ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടൊന്ന് കയറ്റി ഇടാം വണ്ടി. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. അതിപ്പോൾ നേരെ ഒന്ന് എടുത്ത് ഇടണമല്ലോ. നമുക്കൊന്ന് സൈഡൊക്കെ ഒന്ന് നോക്കിയെടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്കതായാലും വണ്ടി ഒന്ന് ഇവിടെ പാർക്ക് ചെയ്യണം. വണ്ടി ഒരു സൈഡിലോട്ട് ചെരിഞ്ഞാണ് കിടപ്പ്, അതൊന്ന് നോക്കി പാർക്ക് ചെയ്യണം ഗൈസ്. ഇത് 222 വണ്ടി ആയതുകൊണ്ട് നീളം കൂടുതലുണ്ട്, കാരണം സ്ഥലം കുറവാണ് ഗൈസ്. ഇവിടെയൊക്കെ ഒരു നോർമൽ 210 വീൽ ബേസ് വണ്ടിയൊക്കെ ഇടാനുള്ള സ്ഥലമേ ഉള്ളൂ. പിന്നെ ഇച്ചിരി അപ്പുറം പോകണം. എല്ലുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇടാം. പിന്നെ ഇതിൻ്റെ ഇത്ര ഒരു വീഡിയോ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി അങ്ങോട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. നമുക്ക് ഈ വണ്ടി ഒന്ന് റിവേഴ്സൊക്കെ എടുത്ത് കയറ്റിയിടാം. സൈഡ് പറഞ്ഞു തരാൻ പോലും ഒരുത്തനും ഇല്ല ഗൈസ്. അതാണ് ഏറ്റവും വലിയൊരു കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ തിരിച്ചത് മാറിപ്പോയി. ഓക്കെ, നമ്മൾ റിവേഴ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയിടാം, അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഗട്ടറിൽ വണ്ടി ചെരിഞ്ഞ് കിടക്കും. ഓക്കെ, തിരിയെ പോട്ടെ. നമുക്കിങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. കാരണം നമുക്ക് സൈഡൊക്കെ പറഞ്ഞു തരാൻ അറിയാൻ പറ്റും. നമ്മൾ ഡ്രോൺ വിഷ്വൽസ് എടുക്കും ഗൈസ്, അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും.
ഓക്കെ, അങ്ങനെ നമ്മളിതേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇനിയിപ്പോൾ ഓഫാക്കിയൊക്കെ ഇട്ടേക്കാം. എയർ ഒന്ന് റിലീസ് ചെയ്തേക്കാം ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മളിതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് താഴെ ഇറങ്ങി നിൽക്കുവാണ്. നമ്മുടെ ആൾക്കാരൊക്കെ ഇതേ ഹോട്ടലിനകത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ വണ്ടിക്കകത്ത് കിടക്കാനേ പറ്റുള്ളൂ. ഇനി നാളത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാനില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്യുക ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കെ.